പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി. സഹാര ഗ്രൂപ്പിൽ നിന്ന് കോടികൾ മോദി കൈപ്പറ്റിയെന്നും ഇതിന് തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി. ഗുജറാത്തിലെ മൊഹസാനയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. അതേസമയം മോദിക്കെതിരായ രാഹുലിന്റെ ആരോപണം ശരിവെക്കുന്ന രേഖകൾ പീപ്പിളിന് ലഭിച്ചു. സഹാറയിൽ നിന്നും ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളാണിത്. 2013-ലും 2014-ലും മോദിക്ക് പണം നൽകിയതായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാഴ്ച മുമ്പ് പാർലമെന്റിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഴിമതിക്കെതിരെ ബുള്ളറ്റ് പ്രൂഫ് തെളിവുകളുണ്ടെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ റാലിയിലാണ് വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദി സഹാറയിൽ നിന്നും ബിർളയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നാണ് രാഹുലിന്റെ ആരോപണം. रेड हुई, बहुत बड़ी कंपनी है, इनकम टैक्स डिपार्टमेंट ने उन पर रेड की, वहां उनको सहारा के रिकॉर्ड मिले. सहारा के रिकॉर्ड में जो लिखा था मैं आपको बताता हूं. एंट्रियां थी रिकॉर्ड में. 30 अक्टूबर 2013 2.5 करोड़ रुपया नरेंद्र मोदी जी को दिया गया. 12 नवंबर 2013 5 करोड़ रुपया നരേന്ദ്ര മോദിജിക്ക് ദിയാ ഗയാ. രാഹുലിന്റെ ആരോപണം ശരിവെക്കുന്ന രേഖകളുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. 2014 നവംബർ 22-ന് സഹാറയുടെ നോയിഡ ഓഫീസിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളിലാണ് മോഡിക്ക് പണം നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2013 ഒക്ടോബർ 10 മുതൽ 2014 ഫെബ്രുവരി 22 വരെ വിവിധ തവണകളിലായി 40 കോടി രൂപ മോഡിക്ക് നൽകിയതിന്റെ വിശദാംശങ്ങൾ ഈ രേഖകളിലുണ്ട്. എന്നാൽ രാഹുൽ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് BJP നേതൃത്വം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരായ കൂടുതൽ തെളിവുകൾ കോൺഗ്രസ് പുറത്തുവിടുമെന്നാണ് സൂചന. രാഹുലിന്റെ തെളിവുകൾ നനഞ്ഞ പടക്കമാണെന്ന് BJP വാദിക്കുമ്പോഴും ആരോപണത്തിൽ നിന്നും തലയൂരുക അത്ര എളുപ്പമല്ല. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട അഴിമതി കേസുകളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് പ്രതിരോധം തീർക്കുക എന്ന തന്ത്രവും BJP പരീക്ഷിച്ചേക്കും. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. കൊച്ചിയിൽ വൻ കറൻസി വേട്ട. കൊച്ചി ഇടപ്പള്ളിക്ക് സമീപത്തു നിന്നും 37.5 ലക്ഷം രൂപയുടെ പുതിയ നോട്ടുകൾ ആദായനികുതി വകുപ്പ് പിടികൂടി. നോട്ടുകൾ മാറി നൽകുന്ന സംഘത്തിലെ 5 പേർ ആദായനികുതി വകുപ്പിന്റെ പിടിയിലായി. പിടിയിലായവരിൽ 2 പേർ മലയാളികളും 3 പേർ തമിഴ്നാട് സ്വദേശികളുമാണ്. തമിഴ്നാട് ചീഫ് സെക്രട്ടറി P. രാംമോഹന റാവുവിന്റെ വീട്ടിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ പുതിയ നോട്ടുകളും 5 കിലോഗ്രാം സ്വർണവും ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തു. റാവുവിന്റെ മകൻ വിവേകിന്റെ വസതിയിൽ നിന്ന് വെളിപ്പെടുത്താത്ത 5 കോടി രൂപയും പിടികൂടി. കള്ളപ്പണക്കേസിൽ പിടിയിലായ വ്യവസായിയും തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് അംഗവുമായിരുന്ന ശേഖർ റെഡ്ഡിയുമായി റാവുവിന് ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് റാവുവിന്റെ വസതിയിലും ഓഫീസിലും ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയത്. BJP അധ്യക്ഷൻ അമിത് ഷാ ഡയറക്ടറായ അഹമ്മദാബാദിലെ സഹകരണ ബാങ്കിൽ കള്ളപ്പണം തേടി ആദായനികുതി വകുപ്പിന്റെ പരിശോധന. നോട്ട് പിൻവലിച്ചതിന് തൊട്ടടുത്ത 3 ദിവസങ്ങളിൽ 500 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ബാങ്കിൽ എത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഡയറക്ടറായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന് 190 ശാഖകളാണുള്ളത്. ഇതിൽ ആശ്രമം റോഡിലെ ആസ്ഥാനത്താണ് ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയത്. നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപനം വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഇവിടെ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ടായി എന്ന വിവരം ആദായനികുതി വകുപ്പിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ റെയ്ഡിൽ CCTV ദൃശ്യങ്ങളും നിരവധി രേഖകളും പരിശോധിച്ചു. ഗുജറാത്തിലെ 18 ജില്ലാ സഹകരണ ബാങ്കുകളിലും നോട്ട് നിരോധനത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വൻതോതിലുള്ള നിക്ഷേപമാണുണ്ടായത്. സംസ്ഥാനത്തെ 18 ജില്ലാ സഹകരണ ബാങ്കുകളിൽ 17 എണ്ണവും BJP ഭരണത്തിന് കീഴിലാണ്. സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ ആദ്യം രംഗത്തു വന്ന ഒരാൾ പോർബന്ദർ MPയും രാജ്കോട്ട് ബാങ്കിന്റെ ചെയർമാനുമായ വിത്തൻ രഥാദിയായിരുന്നു. ഗാന്ധിനഗറിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ നിന്നും വിത്തൻ രഥാദിയ വിട്ടുനിൽക്കുകയും ചെയ്തു. സംശയമുള്ള ബാങ്കുകളിൽ പരിശോധന നടത്താൻ റിസർവ് ബാങ്കിന്റെ ശുപാർശയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമിത് ഷാ ഡയറക്ടറായ ബാങ്കിൽ റെയ്ഡ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജില്ലാ സഹകരണ ബാങ്കുകളിൽ എൻഫോഴ്സ്മെന്റ് പരിശോധന. കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, കൊല്ലം ജില്ലകളിലെ ബാങ്കുകളിലാണ് പരിശോധന. പരിശോധിച്ചത് നോട്ട് നിരോധനത്തിന് ശേഷം നടന്ന ബാങ്ക് ഇടപാടുകൾ. 1000, 500 രൂപ നോട്ടുകൾ പിൻവലിച്ച നവംബർ 8-ന് ശേഷമുള്ള ഇടപാടുകളാണ് ആദായനികുതി വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. ആരെല്ലാമാണ് ബാങ്കിലെ ഇടപാടുകാരെന്നും ഇടപാടുകാരെ സംബന്ധിച്ച് ബാങ്ക് കൈവശം വെക്കുന്ന രേഖകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. പ്രധാനമായും ഓരോ ജില്ലാ സഹകരണ ബാങ്കുകളും എത്ര 500, 1000 രൂപ നോട്ടുകൾ മാറ്റിയെടുത്തുവെന്നും ഇനി എത്ര തുകയുടെ നിരോധിച്ച നോട്ടുകൾ ബാങ്കുകളുടെ കൈവശമുണ്ടെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്.
നോട്ട് നിരോധനത്തിന് ശേഷം ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്നും പിൻവലിക്കപ്പെട്ട തുകയുടെ വിശദാംശങ്ങളും പുതുതായി തുടങ്ങിയ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട്. വേണ്ടത്ര രേഖകളില്ലാത്ത അക്കൗണ്ടുകളും ബിനാമി അക്കൗണ്ടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, കൊല്ലം ജില്ലകളിലെ സഹകരണ ബാങ്കുകളിലാണ് എൻഫോഴ്സ്മെന്റ് അധികൃതർ പരിശോധന നടത്തിയത്. വിവിധ സഹകരണ ബാങ്കുകളിൽ വരും ദിവസങ്ങളിലും ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 5000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി RBI പിൻവലിച്ചു. നവംബർ 19 ഇറക്കിയ ഉത്തരവാണ് പിൻവലിച്ചത്. KYC ഉള്ള അക്കൗണ്ടുകളിൽ എത്ര രൂപ നിക്ഷേപിക്കുന്നതിനും വിശദീകരണം നൽകേണ്ട ആവശ്യമില്ലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. എന്നാൽ KYC ഇല്ലാത്ത നിക്ഷേപത്തിന് വിശദീകരണം നൽകേണ്ടി വരും. 19-ാം തീയതി പുറത്തിറക്കിയ ഉത്തരവിലാണ് അസാധു നോട്ടുകളുടെ നിക്ഷേപത്തിന് പുതിയ നിയന്ത്രണം റിസർവ് ബാങ്ക് കൊണ്ടുവന്നത്. ഡിസംബർ 30 വരെ നോട്ട് നിക്ഷേപത്തിന് നിയന്ത്രണമില്ലെന്ന കേന്ദ്ര സർക്കാർ ഉറപ്പിന് വിരുദ്ധമായിരുന്നു പുതിയ നീക്കം. 5000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപം ഒറ്റത്തവണയിലൂടെ മാത്രം, നിക്ഷേപിക്കാൻ കാലതാമസം വന്നതിനുള്ള കാരണം ബോധിപ്പിക്കൽ തുടങ്ങിയവയായിരുന്നു നിയന്ത്രണങ്ങൾ. ഇത് വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് പിൻവലിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. അതേസമയം ജീവനക്കാർക്ക് പേയ്മെന്റ് വഴി ശമ്പളം നൽകാനുള്ള നിയമ ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകി. പണമായി ശമ്പളം നൽകുന്ന രീതി അവസാനിപ്പിക്കാനുള്ള പ്രാഥമിക നീക്കമാണിത്. ചെക്കായോ ഓൺലൈൻ പേയ്മെന്റായോ ശമ്പളം നൽകാൻ കമ്പനികളെ ചുമതലപ്പെടുത്തുന്നതാണ് ഭേദഗതി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് അൽഖൂസിലെ ഡെലസ്കോ ലേബർ ക്യാമ്പ് സന്ദർശിച്ചു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. കൂടുതൽ വിവരങ്ങളുമായി ജമാൽ ചേരുന്നുണ്ട്. ജമാൽ, വിവരങ്ങൾ. സ്വാമി, ഇന്ന് വൈകിട്ടാണ് ദുബായ് അൽഖൂസിലെ ഡെൽസ്കോ ലേബർ ക്യാമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തിയത്. ഇവിടുത്തെ തൊഴിലാളികളെ അദ്ദേഹം സന്ദർശിച്ചു. തൊഴിലാളികളോട് ക്ഷേമ വിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചറിഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പ്രവാസികളുടെ പങ്ക് വലുതാണെന്ന് നല്ല ബോധ്യമുണ്ടെന്ന് പിണറായി വിജയൻ തൊഴിലാളികളോട് പറഞ്ഞു. എന്നാൽ ഇത് അർഹിക്കുന്ന രീതിയിൽ, പ്രവാസികൾ അർഹിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തിന് തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കാനും പരിഹരിക്കാനും കഴിയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. പ്രവാസികളെ കുറിച്ച് നല്ല കരുതലുള്ള ഒരു സർക്കാർ തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഭയപ്പെടാനില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. ദുബായ് കോൺസുലേറ്റിലെ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ മുരളീധരൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ തുടങ്ങിയവരും മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം മുഖ്യമന്ത്രി ലേബർ ക്യാമ്പിൽ തൊഴിലാളികളോടൊത്ത് സംവദിച്ചു. ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തി. UAEയിൽ 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ ദുബായിൽ നടക്കുന്ന ബിസിനസ് മീറ്റിൽ പങ്കെടുക്കും. നാളെയും മറ്റന്നാളുമായി ഔദ്യോഗിക ചടങ്ങുകൾ ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംബന്ധിക്കും. നാളെ രാവിലെ 10 മണിക്ക് ദുബായ് എമിറേറ്റ്സ് ടവറിൽ സ്മാർട്ട് സിറ്റി സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റിൽ പിണറായി വിജയൻ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഷാർജ മൂവേസയിൽ ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇതിന്റെ ഭാഗമായി ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന പൊതുപരിപാടിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച രാവിലെ ദുബായിൽ കൈരളി TV നടത്തുന്ന NRI ബിസിനസ് അവാർഡ് ദാന ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. വെള്ളിയാഴ്ച 3 മണിക്ക് മുഖ്യമന്ത്രി ദുബായിലെ മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് UAEയിലെ പ്രവാസി മലയാളി സമൂഹം ഒരുക്കിയ സ്വീകരണ യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള പിണറായി വിജയന്റെ ആദ്യത്തെ വിദേശ സന്ദർശനമാണ് UAEയിലേത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയുന്നയാളെന്ന നിലയിൽ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UAEയിലെ 8 ലക്ഷത്തോളം വരുന്ന മലയാളി സമൂഹം. ദുബായിൽ നിന്ന് ക്യാമറമാൻ ഡിൻ ജോസിനൊപ്പം ടി ജമാലുദ്ദീൻ. ദുബായ് ഹോൾഡിംഗ് അധികൃതരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ദുബായ് ഹോൾഡിംഗ് വൈസ് ചെയർമാനും MDയുമായ അഹമ്മദ് ബിൻ ബയാത്ത്, ദുബായ് സ്മാർട്ട് സിറ്റി CEO ജാബിർ ബിൻ ഹഫസ്, സ്മാർട്ട് സിറ്റി കൊച്ചി പ്രത്യേക ക്ഷണിതാവ് MA യൂസഫ് അലി, അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ, സ്മാർട്ട് സിറ്റി കൊച്ചി MD ബാജു ജോർജ് തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിന് ദുബായ് ഹോൾഡിംഗ് താൽപര്യം പ്രകടിപ്പിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. ശ്യാമമാധവം എന്ന ഖണ്ഡകാവ്യത്തിനാണ് പുരസ്കാരം. ഡൽഹിയിൽ ചേർന്ന സാഹിത്യ അക്കാദമിയുടെ വാർഷിക യോഗമാണ് പുരസ്കാരത്തിനായി ശ്യാമമാധവത്തെ തെരഞ്ഞെടുത്തത്.
വ്യാസമഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തി രചിച്ച ഖണ്ഡകാവ്യത്തിൽ കൃഷ്ണായനം മുതൽ ശ്യാമമാധവം വരെ 15 അധ്യായങ്ങളാണുള്ളത്. ഭഗവാൻ കൃഷ്ണന്റെ മനോവിഷമങ്ങളും അസ്വസ്ഥതകളുമാണ് ശ്യാമമാധവത്തിന്റെ ഇതിവൃത്തം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങളും പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. തനിക്ക് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രഭാവർമ്മ പീപ്പിളിനോട് പ്രതികരിച്ചു. വളരെ സന്തോഷകരമായ, വളരെ അഭിമാനകരമായ ഒരു കാര്യമാണിത്. നേരത്തെ ഈ കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിരുന്നു, ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. ഏത് പുരസ്കാരം ലഭിക്കുമ്പോഴും പുരസ്കാരത്തിന് അർഹമാകുന്ന കൃതി വായനക്കാരുടെ ശ്രദ്ധയുടെ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് നീക്കി വെക്കപ്പെടുക എന്ന ഒരു കാര്യം കൂടിയുണ്ട്. സൗപർണിക, അർക്കപൂർണിമ, ആർദ്രം, അവിചാരിതം എന്നിവയാണ് മുഖ്യ കവിതാ സമാഹാരങ്ങൾ. ഇതിനു പുറമെ വിമർശനങ്ങളും ഉപന്യാസങ്ങളും മാധ്യമ പഠനങ്ങളും യാത്രാ വിവരണവും എഴുതിയിട്ടുണ്ട്. കവിയും ചലച്ചിത്രഗാന രചയിതാവും പത്രപ്രവർത്തകനുമായ പ്രഭാവർമ്മ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയാണ്. നേരത്തെ ദേശാഭിമാനി പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററായും കൈരളി TV ന്യൂസ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. CPIM തൊടുപുഴ ഏരിയ സെക്രട്ടറിയായി മുഹമ്മദ് ഫൈസലിനെ തെരഞ്ഞെടുത്തു. ഇന്ന് നടന്ന ഏരിയ കമ്മിറ്റിയിലാണ് തീരുമാനം. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി 2 സഖാക്കളെ, സഖാവ് സോമനെയും സഖാവ് ബാബുവിനെയും പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ലോക്കൽ കമ്മിറ്റിയിൽ നിർത്താനും അതേസമയം അവർ വഹിക്കുന്ന മറ്റ് സ്ഥാനങ്ങളെല്ലാം തുടരാനും ആണ് പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തത്. ഇവിടെ സോമൻ ഒഴിവാകുന്ന സാഹചര്യത്തിൽ പുതിയ സെക്രട്ടറി വേണം. സഖാവ് ഫൈസൽ മുഹമ്മദ് ഫൈസൽ ഇതിനെ എല്ലാവരും ഏകകണ്ഠേന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ ഇപ്പം നടന്നിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂർ പ്രവാസികളുടെ പ്രതീക്ഷയായ പത്തനംതിട്ട വിമാനത്താവളത്തിന്റെ സാധ്യതാ പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ലോകത്തിലെ തന്നെ പ്രധാന കൺസൾട്ടൻസി ഏജൻസിയായ എയ്കോമാണ് വിമാനത്താവളത്തിന്റെ സാധ്യതാ പഠനം നടത്തിയത്. പ്രവാസികളുടെ കമ്പനിയായ ഇൻഡോ ഹെറിറ്റേജ് വിമാന കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് അനുമതി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് മധ്യ തിരുവിതാംകൂറിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിമാനത്താവളമെന്ന ഉദ്ദേശവുമായി പ്രവാസി മലയാളി സംഘടനകൾ രംഗത്ത് വന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എന്ന പുതിയ വിമാന കമ്പനിയും രൂപം കൊണ്ടു. വിമാനത്താവളം എന്ന ലക്ഷ്യത്തോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രവാസി സംഘടന നേരിട്ട് കണ്ട് വിമാനത്താവളം എന്ന ആശയം പങ്കുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർ സമർപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനി കൺസൾട്ടിംഗ് ഏജൻസിയായ എയ്കോം കമ്പനിയാണ് ഇതിന്റെ സാധ്യതാ പഠനം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി വിമാനത്താവളത്തിനാവശ്യമായ 5 സ്ഥലങ്ങളാണ് ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമില്ലാത്ത സ്ഥലമാണ് ഇതിനായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ രാജീവ് ജോസഫ് പറഞ്ഞു. നമുക്ക് വേണ്ടത് ഒരു എയർപോർട്ടാണ്. ആ സർക്കാരിൻ്റെ നേതൃത്വത്തിലായാലും പ്രവാസികളുടെ നേതൃത്വത്തിലായാലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന പേരിലായാലും ഏത് രീതിയിലായാലും ഒരു എയർപോർട്ട് വരണമെങ്കിൽ ഒറ്റ ഒരു ആഗ്രഹത്തിന് മുകളിൽ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അതിനുവേണ്ടി എത്ര പൈസ മുടക്കാനും ലോകമെമ്പാടുള്ള പ്രവാസികൾ തയ്യാറാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാരിന് 1 രൂപ പോലും ഖജനാവെന്ന് മുടക്കാതെ കൊണ്ടുള്ള ഒരു എയർപോർട്ട് പദ്ധതി. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം പ്രവാസികളുള്ള മധ്യ കേരളത്തിലെ പ്രവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കുക. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന പ്രവാസി സംഘടനയാണ് വിമാനത്താവളത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വരുന്നതോടെ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്കും ഇത് ഏറെ പ്രയോജനകരമാകും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും നൽകിയ സംഭാവനകൾക്ക് പ്രമുഖ സാഹിത്യകാരൻ M. മുകുന്ദന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ സാഹിത്യ പുരസ്കാരം. സുവർണമുദ്ര SBT MD CR ശശികുമാർ M. മുകുന്ദന് കൈമാറി. കഥ, കവിത, ബാലസാഹിത്യം, മാനവിക പത്രലേഖനം എന്നിവയ്ക്കുള്ള SBT സാഹിത്യ മാധ്യമ അവാർഡുകൾ KP രാമനുണ്ണി, പ്രഭാവർമ്മ, രാധിക C. നായർ, വത്സലൻ വാതുശ്ശേരി, നിലീന അത്തോളി എന്നിവർക്ക് സമ്മാനിച്ചു. EK ഹരികുമാർ, സാംകുട്ടി മാത്യൂസ്, M. ദേവി പ്രസാദ്, KS കൃഷ്ണ എന്നിവർ സംസാരിച്ചു.
മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 25-ന് തങ്കയങ്കി സന്നിധാനത്തെത്തും. 26-നാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തിരിക്കും. രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് ഘോഷയാത്ര ആരംഭിക്കുക. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ആദ്യ ദിനം ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. തുടർന്ന് രണ്ടാം ദിനം കടമനിട്ട ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സ്വീകരണം വാങ്ങി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. 24-ന് രാവിലെ തുടരുന്ന ഘോഷയാത്ര രാത്രി പെരുന്നാട് ക്ഷേത്രത്തിലും തുടർന്ന് 25-ന് ലാഹാസത്രം, പ്ലാപ്പള്ളി, നിലയ്ക്കൽ വഴി ഉച്ചയ്ക്ക് പമ്പയിൽ എത്തിച്ചേരും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തങ്കയങ്കി ഭക്തർക്ക് ദർശനത്തിന് വെക്കും. തുടർന്ന് തലച്ചുമടായി ശരംകുത്തിയിലെത്തിക്കുന്ന തങ്കയങ്കി ദേവസ്വം അധികൃതർ സ്വീകരിച്ചാനയിച്ച് സന്നിധാനത്തെത്തിക്കും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 25-ന് നടക്കും. 26-നാണ് മണ്ഡലപൂജ. ന്യൂസ് ബ്യൂറോ, ശബരിമല.